മലയാളത്തിലെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് കോമിക് ബുക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ കാരണം മലയാളത്തിന് മുമ്പും കോമിക്സ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ന്യൂസ് പേപ്പറുകളിലായിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ മാസികകളുടെ ഇടയ്ക്കായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഒരു എൻറ്റയർ കോമിക് ബുക്ക് ഒരു കഥാപാത്രത്തിന് വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നത് 1970-കളിലാണ്. ഈ കഥാപാത്രം പിന്നീട് നമുക്കെല്ലാവർക്കും ഭയങ്കര സുപരിചിതമായി ഒരു ഭയങ്കര ജനപ്രിയമായ സിനിമയിലൂടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ. അപ്പോൾ ഈ കഥാപാത്രത്തെ തേടിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. കഥവരെ കഥകളിലെ ആദ്യത്തെ യാത്ര ഈ കഥാപാത്രത്തെ തേടിക്കൊണ്ട് മാത്രമാണ്. നിക്കല്ലേ CID മൂസ. CID മൂസ. ആഹാ. നമ്മളുടെ മലയാളം കോമിക്സ് അല്ലെങ്കിൽ മലയാളം സിനിമകളിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ദർ. വി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പല സിനിമകളും കോമിക്കുകളും പുസ്തകങ്ങൾ വരെ നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. എന്തിനാ, ഈ ഓതേഴ്സിൻ്റെ കയ്യിൽ പോലും പുസ്തകങ്ങളില്ല. ആ സമയത്താണ് ഈ തൃശ്ശൂരുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഹു വാസ് വെരി ഫനാറ്റിക് അബൌട്ട് കളക്ടിങ് ഓൾഡ് മലയാളം മൂവീസ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കൂടെ പഴയ സിനിമകൾ, ഇവിടെ ഏതോ അന്ന് ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവിനപ്പുറം ഏതോ ഒരു സ്ഥലത്ത് ഒരു പഴയ 4 സിനിമകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതിനെ ഹണ്ടിങ്ങിന് പോവാണ്. അദ്ദേഹം സംസാരിച്ചപ്പോൾ അന്ന് ഇതേ താല്പര്യമുള്ള 3-4 പേരുണ്ടായിരുന്നു. ഒരു രാധാകൃഷ്ണൻ സാർ എന്നുണ്ട്, സെക്രട്ടറി, ഒരു ഡെപ്യൂട്ടി ലോ സെക്രട്ടറി ആയിരുന്നു. എന്തോ ബൈ ചാൻസ് പറഞ്ഞിരുന്നപ്പോൾ CID മൂസയുടെ പേര് വന്നു. പെട്ടെന്നാണ് എന്തോ പണ്ടെന്തോ വായിച്ച എന്തോ ഒരു വേഗ് മെമ്മറി CID മൂസ അതങ്ങ് ട്രിഗർ ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, സാർ ഇതിൻ്റെ ഓർമ്മയുണ്ടോ? അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ആ ഇതിലിരുന്നത് ഒരു സജിത് ഭാസ്കർ എന്ന് പറഞ്ഞൊരു വ്യക്തി, രാധാകൃഷ്ണൻ സാറ്, ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ നേരെ പെട്ടെന്നാണ് ഞാൻ ചോദിച്ചു എന്താണ്. കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയതാണെന്ന് സജിത് സാർ പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ അന്ന് കോമിക്സിലേക്ക് ആദ്യമായിട്ട് ചർച്ച വീണ്ടും അങ്ങോട്ട് മാറി. അന്ന് ഫ്ലൈറ്റ് 731 ഒരു കോമിക് വായിച്ചത്. അതെല്ലാം ഈ 70s ഇവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള കഥയാണ്. അതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ്, ഇരുമ്പ് കൈ മായവി എന്ന പേരെല്ലാം വന്നു. അപ്പോൾ എനിക്ക് കണ്ണാടി വിശ്വനാഥൻ പേരെന്തോ എനിക്കെന്തോ അത് സ്ട്രൈക്ക് ചെയ്തു. അന്ന് ഒരു ഓൾഡ് മലയാളം സിനിമ എന്ന് പറഞ്ഞൊരു ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു, ഒരു ബിജു എബൻസർ നടത്തുന്ന. അതിൽ CID നസീറിനെ പറ്റി ഒരു ഇത് വന്നപ്പോൾ ഞാനൊരു കമൻറ്റ് ഇട്ടു, CID മൂസ ബൈ കണ്ണാടി വിശ്വനാഥിനെ പറ്റി. ഇതിലിങ്ങനെ പലരും കമൻസ് ഇട്ടപ്പോൾ അയ്യോ ഐ റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഈ ഫ്ലൈറ്റ് 731 എഴുതിയത് കണ്ണാടി വിശ്വനാഥൻ മനസ്സിലാകുന്നത്. ഇരുമ്പ് കൈ മായവ എഴുതിയത് ഇദ്ദേഹമാണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഒന്ന് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം വന്നു. നെറ്റ് നോക്കി ഒന്നും കിട്ടും. CID മൂസ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന മൂവിയെ പറ്റിയാണ്, അല്ലാണ്ട് വേറൊരു ഒന്നും കിട്ടുന്നില്ല. ഏതോ ഒരു പുസ്തകം, എനിക്ക് തോന്നുന്നു PK രാജേശ്വരൻ സാർ എഴുതിയ പുസ്തകമാണെന്ന് തോന്നുന്നു, അതിൽ ഒരു വായിച്ചപ്പോൾ കണ്ണാടി വിശ്വനാഥൻ പണ്ട് കണ്ണാടി NSSൻ്റെ ഖജാൻജിയായിരുന്നെന്ന് എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കണ്ണാടി NSSലേക്ക് ഒരു ലെറ്റർ അയച്ചു, ഇങ്ങനൊരു വ്യക്തിയെപ്പറ്റി അറിയാമോ. ഫേസ്ബുക്കിൽ കിട്ടിയാണ് അഡ്രസ്സ് ഇട്ടത്. എൻ്റെ ലെറ്റർ തന്നെ അയച്ചത്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ മറുപടി വന്നു, ഇദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന് 19 വയസ്സ് കൂടുതലായി, അദ്ദേഹം താമസിക്കുന്ന NSS കണ്ണാടിയുടെ തൊട്ടുപുറത്ത് തന്നെയാണെന്നാണ്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഇട്ട് ഞാൻ ലെറ്റർ അയച്ചു. അദ്ദേഹം പിന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തു, ഫോൺ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ആദ്യം പോകുന്നത്. അവിടെ പോകുമ്പോൾ CID മൂസയുടെ ഒരു പടം പോലും കയ്യിലില്ല. ഇങ്ങനെ കുറേ സംശയങ്ങൾ വന്നു. ഇരുമ്പ് കൈ മായവയെ പറ്റി സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇരുമ്പ് കൈ മായവിയും ഈ ഫ്ലൈറ്റ് 731 എല്ലാം തമിഴിൽ ഇറക്കിയ ഒരു പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ധരിക്കുന്നത് തമിഴിലിറങ്ങിയത് അത് ഒറിജിനലായിരിക്കുന്നതാണ്. അതിനെപ്പറ്റി ഇഷ്ടംപോലെ ഇൻഫർമേഷൻ, ലയൺ മുത്തു കോമിക്സിനെ പറ്റി ഇഷ്ടംപോലെ ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ അറിയുന്നത് ഈ ഇരുമ്പ് കൈ മായാവി എന്ന് പറയുന്നത് സ്റ്റീൽ ക്ലോ എന്ന ഫ്ലീറ്റ് വേ ഇറക്കിയ കോമിക്കിൻ്റെ തമിഴ് വേർഷനായിരുന്നു ഇരുമ്പ് കൈ മായാവി. അതിൽ നിന്നാണ് ഇദ്ദേഹം
മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ നമ്മളുടെ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കോമിക്ക് ഈ ഇരുമ്പ് കൈ മായാവിയാണ്. ഇരുമ്പ് കൈ മായാവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ന് വെച്ചാൽ മനസ്സിൽ അത്രയും പതിഞ്ഞൊരു കാര്യമാണ്. കാരണം അതിൻ്റെ ആ പുതുമയുള്ളൊരു കഥ തന്നെ. ഞാൻ വീണ്ടും കോമിക് കളക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഏറ്റവും അധികം ഈ ഒരു കോമിക് ബുക്ക് കിട്ടാൻ വേണ്ടി ശ്രമിച്ചത് ഈ ഇരുമ്പ് കൈ മായാവിയാണ്. പക്ഷെ അത് ഇരുമ്പ് കൈ മായാവിയുടെ തമിഴ് വേർഷൻ ഇഷ്ടം പോലെയുണ്ട്, ഇംഗ്ലീഷ് സ്റ്റീൽ ക്ലോസ് എന്ന് പറഞ്ഞുള്ള ധാരാളമുണ്ട്. പക്ഷേ മലയാളത്തിൽ മാത്രം അതിൻ്റെ ഒറ്റയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇരുമ്പ് കൈ മായാവിയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയ ആ എഴുത്തുകാരനെ തേടി ഞങ്ങളും നാരായണേട്ടനും രാജേഷ് ഏട്ടനും കൂടെ ചെന്നത് പാലക്കാട്ടിലൊരു ഗ്രാമത്തിലായിരുന്നു, കണ്ണാടി എന്നു പേരുള്ളൊരു ഗ്രാമത്തിൽ. അവിടെ 90കളുടെ നിറവിലും നമ്മളെ കാത്തിരുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, കണ്ണാടി വിശ്വനാഥൻ. ഇരുമ്പ് കൈ മായാവി തമിഴിലാണ്, കംപ്ലീറ്റ് തമിഴാണ്. ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ, മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് അത്രേ ഉള്ളൂ. അത് തമിഴ് തന്നെയാണ്. തമിഴെന്ന് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷനാണ് തമിഴ്, അതിൽ നിന്ന് മലയാളം. ഇരുമ്പ് കൈ മായാവി, അതുപോലെ തന്നെ മഞ്ഞുകെട്ട രഹസ്യം. അല്ല, എനിക്ക് തമിഴിലത് വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മലയാളം വന്നുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അത് എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, അതങ്ങനെ ആയിരുന്നു. ഞാൻ ശിവകാശി പോകും, അവിടെയാണ് പ്രിൻ്റ് ചെയ്തത്. അവിടെ പോയി ഒരാൾ താമസിക്കും. എന്നിട്ട് അവിടെ ഫസ്റ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്ത് ഞാനത് വായിച്ച് നോക്കി സർട്ടിഫൈഡ് കൊടുത്താലേ പിന്നെ ബുക്ക് ചെയ്യും. അവിടെ താമസിച്ച് ചെയ്യണത്. കാരണം നമ്മൾ കൊടുക്കുന്നത് മലയാളം, അവർക്ക് മലയാളം അറിയില്ല. അത് അവരെന്തെങ്കിലും തലകീഴായിട്ട് വൃത്തികേടായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്ത് എൻ്റെ തരും, ഞാനത് വായിച്ച് നോക്കണം. അത് പ്രൂഫ് നോക്കിയിട്ട് ശരിയാണെന്ന് പറഞ്ഞാലേ പിന്നെ പ്രിൻ്റ് ചെയ്യുള്ളൂ. ഇരുമ്പ് കൈ മായാവി അതിൻ്റെ ഒരു എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കത് പുസ്തകമായിട്ട് ഞാൻ കണ്ടിട്ടില്ല മനസ്സിലെ. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു ലക്കത്തിലുള്ള പ്രസിദ്ധീകരിച്ച പുസ്തകം മാത്രമേ എവിടെ നിന്ന് പിന്നീട് കാണുക എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് ആ പ്രസിദ്ധീകരിച്ച ആ സമയത്ത് കാണാൻ എല്ലാം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അതുവരെ കാണാത്ത രീതിയിലുള്ള വരയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. നല്ല കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള വരയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന്, പിന്നെ അതിൻ്റെ ആ വിഷയം അത് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സംഗതി. അത് കുട്ടിക്കാലത്ത് ഒരു കൈ മാത്രം സഞ്ചരിച്ചിങ്ങനെ പോകുന്നു, അപ്പോൾ നമ്മൾക്കത് വേറൊരു ലോകത്തേക്ക് എത്തിപ്പോകുമല്ലോ. അപ്പോൾ ആ ഒരു ഫാൻറ്റസിയുടെ അതിലെ ഒരു ഇഷ്ടം കൂടെയാണ് അതിൻ്റെ അകത്ത് രസമായിട്ട് തോന്നിയത്. അന്ന് വിശ്വനാഥ് സാർ പറഞ്ഞപ്പോൾ മനസ്സിലാകുന്നത് ഹി ഹാസ് നെവർ റെഡ് ദി ഒറിജിനൽ ഇംഗ്ലീഷ് സ്റ്റോറീസ്. ഫ്ലൈറ്റ് 731 is actually the translation of Barracuda and Frollo story, Payment in Death. അത് അദ്ദേഹം വായിച്ചിട്ടില്ല. അതിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തമിഴ് കോമിക്കിൽ നിന്നുള്ള ട്രാൻസ്ലേഷനായിരുന്നു ഈ ഫ്ലൈറ്റ് 731 എന്നുള്ള 20,000 കോപ്പിയോളം വിറ്റുപോയ ആ കോമിക്. അപ്പോഴും നമ്മുടെ കയ്യിൽ CID മൂസ കിട്ടിയിട്ടില്ല. പിന്നെ അത് എന്തോ ഒരു ഒബ്സഷനായി മാറി. ഒരു CID മൂസ കോമിക് കിട്ടണം. അത് എന്താണെന്ന് അറിയണം. നമ്മൾ ഒരു സമയത്ത് പിന്നെ പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും പല ആളുകളും പണ്ട് സ്കൂളിൽ CID മൂസ വായിച്ചതും പുസ്തകത്തിൻ്റെ അകത്ത് ഇത് കൊണ്ടു നടക്കുന്നതും എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും വലിയ തമാശ കണ്ണാടി വിശ്വനാഥ് സാറിൻ്റെ ഒരു അപ്രോച്ചിന് എന്തിനാ ഇത് വേണ്ടത്, എന്തിനാ, ഇതെല്ലാം അന്നത്തെ കാലത്ത് വിട്ടു, അത് കഴിഞ്ഞു. അല്ലാണ്ട് അദ്ദേഹം ഒരു ജനറേഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അദ്ദേഹം പോലും അത് റിയലൈസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അദ്ദേഹത്തെ കൊച്ചുമക്കൾക്ക് പോലും അറിയത്തില്ല, ഹൗ ഹി ഇൻഫ്ലുവൻസ്ഡ് ജനറേഷൻ എന്നുള്ളത്. ഞാനൊരു ദിലീപിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു, നമ്മുടെ ആക്ടർ ദിലീപിൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് CID മൂസ ഇറങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് സിനിമ പേര് കണ്ടെത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പേരെടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുന്നത്, ഇതെന്താ ഇത് മുത്തശ്ശൻ്റെ പേരിൽ കഥ ഉണ്ടായിരുന്നോ? അപ്പോഴാണ് എനിക്ക് ഇവർ ഈ ഹിസ്റ്ററി പറഞ്ഞു തരുന്നത്. ഇങ്ങനെ മുത്തശ്ശൻ പണ്ട് എഴുതുമായിരുന്നു, അതിലെ ഒരു കഥയിലെ ബെസ്റ്റ് കഥയാണ് CID മൂസ. CID മൂസ എൻ്റെ മനസ്സിൽ തോന്നിയത് ആ കഥയ്ക്ക് പറ്റിയ ഒരാൾ ഇവിടെ റൗഡിയായിരിക്കണം, കുറച്ച് തെമ്മാടിയായിരിക്കണം, എന്നും ഏൽക്കാൻ പറ്റിയ ഒരാളെ ഇതൊരു മനസ്സിലായിരുന്നു. എനിക്ക് ആ കഥാനായകനെ പറ്റിയ ധാരണ അതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് മൂസ പാട്ട് പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ കലകടത്തിൻ്റെയൊക്കെ ആളായിരുന്നു, ഒന്നിനും കൂസാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഈ കഥാനായകൻ ഇട്ട് മാത്രമേ ഉള്ളൂ. ഒന്നിനും കൂസാത്തവനാണ് മൂസ. ഓക്കെ, CID മൂസ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ആ സിനിമയെ തന്നെ കാണുന്നുണ്ട്. കുറേ വിചിത്രമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേയും കൂടി തമാശ രൂപത്തിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ പഴയ കാലഘട്ടത്തിലെ 1-2 എപ്പിസോഡ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ചിരി തോന്നും. കാരണം ഒരാൾ വെടിവെക്കുകയാണെങ്കിൽ
പിന്നെ ആ ഉണ്ട ഇങ്ങനെ പിന്നെ നമ്മളുടെ ഹീറോയുടെ നേരെ വരുമ്പോൾ അയാൾ ചിന്തിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒഴിഞ്ഞു മാറിയാലോ, എന്നിട്ട് അയാൾ ഒഴിഞ്ഞു മാറിയിട്ട് ആ ഉണ്ട അടുത്തു കൂടെ പോകുന്നതും ഉണ്ട കൈകൊണ്ട് പിടിക്കുന്നതും ഇങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളാണ്. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സിനിമ എല്ലാവർക്കും അറിയാം, പക്ഷേ കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കലാകാരനെ കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ട്. സിനിമ അറിയുന്ന പോലെ അറിയില്ല. അപ്പോൾ അത് എപ്പോഴെങ്കിലും സാറിന് ഒരു വിഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? എനിക്ക് വിഷമമൊന്നും, എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ. എൻ്റെ ഒരു കഥ എന്നെക്കൊണ്ട് പറ്റിയില്ല, അവരൊക്കെ ചെയ്തില്ലെന്ന് അത്രയേ ഉള്ളൂ. എനിക്ക് നല്ല സന്തോഷം തോന്നിയത്. മലയാളത്തിൽ അതിനു മുമ്പ് കോമിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബനും മോളിയും PK മന്ത്രിയുടെ പാച്ചുവും ഗോപാലനുമായിരുന്നു ഒരു വളരെ ഒരു പോപ്പുലർ കോമിക്സ് എന്നുള്ളത്. അതുകൂടാതെ സോമനാഥൻ സാറിൻ്റെ, കൊല്ലത്തുള്ള സോമനാഥൻ സാറിൻ്റെ ചിന്നൻ ചുണ്ടലി, ചെല്ലൻ മുയൽ, അങ്ങനെ കുറച്ച് കോമിക്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ടീനേജേഴ്സിനെ ഫോക്കസ് ചെയ്ത് ഒരു കോമിക് എന്നുള്ള വെറും കോമഡി അല്ല, ആക്ഷൻ കോമിക്സ് എന്നുള്ളതിൽ വന്നിരിക്കുന്ന തനി മലയാളിയായ ആദ്യത്തെ ഹീറോ CID മൂസ തന്നെയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടൊരു കോമിക്ക് ഞങ്ങളുടേതായിരുന്നു. അച്യുതൻ ബുക്ക് ഹൗസർ ആദ്യമായിട്ട് ഇറക്കിയത് അത് ഞങ്ങളുടെ ബുക്കാണ്. ഇതിങ്ങനെ കുറേ കൂടി പോപ്പുലറായപ്പോൾ ഓരോ ആൾക്കാർക്ക് ഇതിനോട് ആഗ്രഹം തോന്നി, അവർ സ്വയമായിട്ട് കുറേ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒന്നും മാർക്കറ്റിൽ വിലപ്പോയില്ല. ഞങ്ങളുടെ ബുക്ക് വന്നാൽ പിന്നെ ഏതും ബുക്കില്ല, ഉറപ്പായി. നല്ല സെയിൽസായിരുന്നു. ഞങ്ങൾ പൂമ്പാറ്റയെ പറ്റി പറയുമ്പോഴും ഇതാണ്, പൂമ്പാറ്റയുടെ പ്രസിദ്ധീകരണം പ്രചാരത്തിലിരിക്കുമ്പോൾ തന്നെ കണ്ണാടി വിശ്വനാഥൻ്റെ അച്യുതൻ കോമിക്സ് തുടങ്ങിയതൊക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. ഒരുപക്ഷെ സർക്കുലേഷനിലൊക്കെ കുറച്ച് കുറവായിരിക്കും, കാരണം പേരൻസ് വാങ്ങിച്ചു കൊടുക്കുന്നത് പൂമ്പാറ്റയാണല്ലോ. മറ്റത് കുട്ടികൾക്ക് കിട്ടുന്ന ലളിത സമ്പാദ്യത്തിൽ നിന്ന്, ഇന്നത്തെ പോലെ അവർക്ക് പോക്കറ്റ് മണിയൊന്നും കിട്ടാത്ത കാലത്ത് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർ മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ മുതിർന്ന് ഇത് വായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും വായിക്കുന്നതിൻ്റെ ശേഷിപ്പുകൾ വായിക്കേണ്ട സ്ഥിതി വരും. അപ്പോൾ എനിക്ക് രസകരമായ പല അനുഭവങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പൂമ്പാറ്റ കൊണ്ടു കൊടുക്കുന്നത്, അത് സ്കൂളിൽ കൊണ്ടുപോകുന്ന എൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ, അവർ പൂമ്പാറ്റയ്ക്ക് മാർക്കറ്റിലെത്തുന്നതിന് മുമ്പ് കിട്ടുന്നതുകൊണ്ട് ക്ലാസ്സിൽ വലിയ സ്വീകാര്യതയുണ്ടായിരുന്നത്. അത് വാങ്ങിച്ച് അവർ പകരം അവരുടെ കയ്യിലിരിക്കുന്ന അച്യുതൻ കോമിക്സിൻ്റെ ഈ ടമാർ പ്ലമാർ മേടിച്ച് വായിച്ചിരുന്ന കഥയൊക്കെ അവർ പറഞ്ഞ് ഞങ്ങൾ പിൽക്കാലത്ത് രസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത് തന്നെയാണ്. ഇതെല്ലാം സമൂഹത്തിലെ വിവിധ താല്പര്യമുള്ളവർക്ക് വായിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ മൗലികതയെ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അദ്ദേഹം തമിഴിൽ ചെയ്തിരുന്നു, മറ്റേ ഇംഗ്ലീഷിൽ നിന്ന് വന്ന കോമിക്സിൻ്റെ അനുകരണങ്ങളായിരുന്നു ഇരുമ്പ് കൈ, മായാവി, അങ്ങനത്തെ ക്ലാസിക്സിലൊക്കെ നമുക്ക് പല കഥകളുണ്ട്. അത്തരത്തിലുള്ളത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതെവിടുന്ന് വന്നു എന്നുള്ളതല്ല പ്രധാനം, നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു. അതിനും വായനക്കാരുണ്ടായിരുന്നു. ആ വായനക്കാരൊക്കെ അതിന് ശേഷം അധോലോക നായകന്മാരായി എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇത് അധോലോക നായകന്മാരെല്ലാവരുടെയും ഉള്ളിലുണ്ട്. അങ്ങനെ ആവാത്തവർ ആ ലോകത്തെപ്പറ്റി ഒരു ഫാൻറ്റസി ഉണ്ട്. ആ ഫാൻറ്റസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ അത് മാത്രം വായിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരഭിപ്രായമുണ്ട്. അത് വായിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു വായനക്കാരനായിരുന്നില്ല. നമ്മുടെ ഈ യുക്തിബോധമോ ശാസ്ത്രജ്ഞാനമോ ഒക്കെ ഞാനിതൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന കാലത്ത് നമ്മളെ വല്ലാതെ പിന്നോട്ടടിച്ചിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വലിയൊരു ആരാധകനായിരുന്നില്ല. അപ്പം ഞാനൊക്കെ കുറച്ച് മുതിർന്നതിന് ശേഷമാണ് ഇതൊക്കെ വന്നത് എന്നുള്ളത് കൊണ്ടാണത്. പക്ഷേ അതിന് നമ്മുടെ സമൂഹത്തിൽ നല്ല വേരോട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ റൈവൽ അതാണെന്ന് പോലും പറയേണ്ടി വന്നത് ബാലരമയായിരുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത്. കാരണം വ്യത്യസ്തമായ ഒരു കൾച്ചറിലുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത്. ഞങ്ങളുടെ സെയിം കൾച്ചറിലുള്ള പ്രസിദ്ധീകരണം, ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന പ്രസിദ്ധീകരണം ഞങ്ങളുടെ ഒരു റൈവലായിട്ട് ഞാൻ കാണുന്നില്ല. അത് നമ്മൾ നന്നായിട്ട് പോവുകയാണെങ്കിൽ അവർക്കൊരിക്കലും മുന്നിൽ കയറാൻ പറ്റില്ല. പക്ഷേ വേറൊരു കൾച്ചറിൻ്റെ അധിനിവേശം അത് തീർച്ചയായിട്ടും നമുക്കൊരു ഭീഷണിയായിട്ട് കാണുകയും അവരിൽ എന്താണ് കുട്ടികളിൽ ആകർഷിക്കുന്ന പോയിൻ്റ് അതിനകത്തുള്ളതെന്ന് ഞാൻ കൗതുകപൂർവ്വം നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് ഈ ജെയിംസ് ബോണ്ടിൻ്റെയും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും മലയാളത്തിലുള്ള ഒറിജിനലായിട്ടുള്ള ഒരു കോമിക്ക് CID മൂസ തന്നെയാണ്. ഞാൻ ഒന്നോ രണ്ടോ കഥകൾ അദ്ദേഹത്തിന് ഈ മൂസയുടെ വായിച്ചിട്ടുള്ളൂ, ഇപ്പോഴും ഓർമ്മയുള്ളതില്ല. ജസ്റ്റ് ഇമാജിൻ 70s കണ്ണാടി പോലത്തെ പാലക്കാടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലിരുന്നുകൊണ്ട് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന പല കഥകളും കോങ്കോ ദ്വീപിലുള്ള ജനറ്റിക് എഞ്ചിൻ്റെ വാക്കുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഒരു ഭീമൻ പല്ലികൾ. പിന്നെ മൂസയുടെ ഹീറോയിക്സ്. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഈ ജയൻ്റെ സിനിമകളിലെ പല ഇതെല്ലാം ഇറങ്ങുന്ന 70s-ലാണ്, മിഡ് 70s-ലാണ്. കോളിളക്കത്തിൽ ജയൻ ഹെലികോപ്റ്റർ ചാടുന്ന രംഗമെല്ലാം ഇതിൻ്റെ അകത്ത് 78 എഴുതിയ ഈ കോമിക്കിൽ കാണുന്നുണ്ട്.
ഒരുപക്ഷെ അത് വായിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പക്ഷേ മലയാളത്തിൽ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ, തനി മലയാളിയായ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് സി.ഐ.ഡി. മൂസ തന്നെയാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഈ വലിയ പാമ്പുകളും അതൊക്കെ സിനിമയിലൊക്കെ വരുന്നത് സാറ് എഴുതി കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ സിനിമകൾ നമ്മൾ കാണുന്നത്. ഈ ഐഡിയ ഒക്കെ എവിടുന്ന് വന്നിട്ടില്ല? വലിയ പല്ലികള്, വലിയ പാമ്പുകള്, അതൊക്കെ എവിടുന്ന് വന്നിട്ടുള്ളത്? പല ബുക്കുകളും വായിച്ചിട്ടുണ്ട്. ഈ തമിഴിൽ തന്നെ കോമിക്സ് വരുമ്പോൾ വായിച്ചിട്ടുണ്ട്. അത് പലതൊന്നും എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞാൽ കഥ എനിക്ക് പറ്റിയ പേരുള്ള കഥകളൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മുല്ലൈ ചങ്കരാജ് പോലെ തമിഴുണ്ടായിരുന്നു. പൊള്ളാച്ചിക്കാരനാണ് അദ്ദേഹമാണ് ഇത് ഞങ്ങളെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുപോയത്, ഈ ഫീൽഡിൽ കൊണ്ടുവരാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹമാണ്. മുല്ലൈ അത് മരിച്ചും പോയി, പിന്നെ ആളില്ലത്. അവരുടെ ഇൻട്രസ്റ്റാണ് അത്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പണിയാണ്. മുല്ലൈ ചങ്കരാജനാണ് ഇതൊക്കെ ഏർപ്പാടാക്കുക. ഈ കലാകാരന്മാരും സാറിന് അറിയില്ല, വരച്ചവരാരാന്നൊന്നും അറിയില്ല, വരച്ചാളെ അറിയില്ല. അതൊക്കെ ശങ്കരാജൻ്റെ ഇത് വരികയാണ്. മുല്ലൈ ശങ്കരാജനാണ് അതിൻ്റെ ആളെ. പ്രിൻ്റ് ചെയ്യാൻ വന്ന് അവിടെ വരും അവർ. അപ്പോൾ എനിക്ക് പറയും അദ്ദേഹം ഇതൊക്കെ വരച്ചതെന്ന്. ഞാൻ കൂടുതൽ പരിചയപ്പെടാൻ പോയിട്ടില്ല, എനിക്ക് അതിനോട് പോകേണ്ട കാര്യമില്ല. ശങ്കരാജനാണ് അതിൻ്റെ ആള്. നമ്മളിപ്പോൾ കണ്ണാടി വിശ്വം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇരുമ്പുകൈ മായാവിയും ട്രാൻസ്ലേഷൻ അർച്ചയിൽക്കൂടെ സി.ഐ.ഡി. മൂസൻ മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം അല്ലാണ്ടും വേറെ കുറേ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നുണ്ട്. അന്നത്തെ ടീനേജേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സി.ഐ.ഡി. മൈക്കലിനെ കുറച്ചും കൂടി ഒരു ഡാഷിങ് ഹീറോ ആയിരുന്നു. സി.ഐ.ഡി. മഹേഷിന് ഈ ഇൻവിസിബിൾ ആവാനുള്ള, മായാവി ആവാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മൂസയുടെ അത്രയും പോപ്പുലാരിറ്റി വന്നില്ല. കുറേ ഈ റൗഡിത്തരങ്ങൾ അടിപിടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മൂസയെ ഉപയോഗിക്കും. ആ കഥയിൽ മ്യൂസിയാക്കി വരിക. കുറച്ചുകൂടി നന്നായിട്ട് ചിന്തിച്ച് ബുദ്ധിപരമായ ചില കാര്യം മഹേഷ് ഉപയോഗിക്കും. കേസിനെ കണ്ടുപിടിക്കാൻ മിടുക്കനാണ് മഹേഷ്. എങ്ങനെ പോയാൽ എങ്ങനെ പറ്റും, ഇതിനെന്ത് ചെയ്താൽ ശരിയാവും എന്ന് ആലോചിച്ചെടുക്കാനും കൊണ്ടു നടത്താനും പറ്റിയ ആളാണ് മഹേഷ്. പിന്നെ ഇത് ഒരു കൗബോയ് സീരീസ് ഉണ്ടായിരുന്നു. 2 കൗബോയ് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയിരുന്നു. ഒന്ന് റിവോൾവർ റിങ്കോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റിംഗ് ചെയ്തിരിക്കുന്നതല്ല, എനിക്കൊന്ന് മെക്സിക്കൻ ബാൻഡിറ്റ്സ് അതിൻ്റെയൊക്കെ ആണെങ്കിലും വരച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ തമിഴിൽ ഇറങ്ങിയ ജയശങ്കർ എന്നൊരു നടൻ ഉണ്ടായിരുന്നു. ജയശങ്കർ ഇടയ്ക്ക് ഒരു കൗബോയ് മൂവീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആ വരയിൽ കാണാം. പിന്നെ തനി മലയാളിയായ കൗബോയ് വന്നു, റിവോൾവർ രഞ്ജിത്ത്. റിവോൾവറിന് വേറെ കാര്യമൊന്നുമല്ല. റിവോൾവർ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ചുകൂടി ധൈര്യമായിട്ട് പ്രവർത്തിക്കാനും മിടുക്കനാണ്. രഞ്ജിത്തിൻ്റെ സുഖം അതാണ്. അതും ഒരു 4-5 ഇഷ്യൂസ് ഇറങ്ങി. പക്ഷേ അതിനൊന്നും മൂസയുടെ പോപ്പുലാരിറ്റി വന്നില്ല. കാര്യം എനിക്കൊന്നും അന്ന് ടീനേജേഴ്സിനെ ദേ യൂസ് ടു ഐഡൻറ്റിഫൈ വിത്ത് മൂസ. പിന്നെ മൂസയ്ക്ക് എന്താ പറ്റിയത്? അല്ല, പിന്നെ ഒരുപാട് കോമിക്സ്, മനോരമ, മംഗളം, മാതൃഭൂമി ഇങ്ങനെയുള്ളതുണ്ട്. പിന്നെ ചീപ്പായിട്ട് കുറേ കോമിക്സുകൾ വരും ഇടയ്ക്ക്. ഇത് അവരതുമാതിരി പ്രിൻറ്റിങ് ചാർജ് കൂട്ടി, പേപ്പർ കിട്ടാനില്ലാണ്ടായി. ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബുക്കിൻ്റെ പേജ് കമ്മിയാക്കി, വില കൂട്ടി, എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ കച്ചവടക്കാരെ കുറ്റം പറയാൻ പറ്റില്ല, പൈസ ശരിക്കും തരില്ല. അവർ 150 ബുക്ക് അയക്കണം, 200 ബുക്ക് അയക്കണം, പോസ്റ്റിൽ അയച്ചു കൊടുക്കും. പൈസ അടുത്ത ഇതിൽ അയച്ചു തരാൻ അവർ വരില്ല. ചോദിക്കാൻ പോയാൽ പറയും ബുക്ക് അങ്ങനെ കിടക്കണം, വിറ്റ് പോയിട്ടില്ലെന്ന്. തിരിച്ചു തരാൻ വന്നാൽ തരില്ല. ഒരു ബുക്കും വിറ്റിട്ടില്ല, എന്താ കിടക്കണമെന്ന് പറയും. ശരി വേണ്ട, തിരിച്ചു തരുമില്ല. അതൊക്കെ വിറ്റുപോയി, പൈസ തരില്ല. ഇങ്ങനെ കേരളം മുഴുവൻ ഞങ്ങൾക്ക് പൈസ തരാനുണ്ട് ഇന്നും. ഈ സിനിമ ഹിറ്റായ സമയത്ത് സാറിനോട് ആരെങ്കിലും വന്നിട്ട് കോമിക്ക് പിന്നെ നമുക്ക് എഴുതിയാതെന്ന് ചോദിച്ചിരുന്നോ? സി.ഐ.ഡി. മൂസ എന്നല്ല, എൻ്റെ എല്ലാ ബുക്കുകളും റീപ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നല്ല മാർക്കറ്റാണ്, ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിനുള്ള ഇത് ഇല്ല, മൂടില്ല, ചെയ്യാൻ മൂടില്ല, ഉദ്ദേശമില്ല. അച്യുതൻ പോയതോടുകൂടെ അത് പിന്നെ മക്കളായിപ്പോയി. അവർക്ക് ഇതിനോട് അക്കാലത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരിപ്പോഴാണ് ഉദ്ദേശിക്കണത്. അപ്പോൾ ഈ കാലം ഒരുപാട് കടന്നുപോയി. ഇപ്പം എനിക്ക് പറ്റില്ല. ഈ കണ്ണാടി വിശ്വനാഥൻ അന്ന് പോപ്പുലറായ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇദ്ദേഹത്തിന് ഈ ടാലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെന്നുള്ള അന്ന് അച്യുതൻ ബുക്ക് ഹൗസ് എന്നുള്ള അവിടെ തന്നെ കണ്ണാടിയിൽ തന്നെയുള്ള ഒരു പബ്ലിഷറാണ്. അവരന്ന് ഈ 1 രൂപയ്ക്കുള്ള ഡിറ്റക്റ്റീവ് നോവൽസിൽ ഇറക്കുന്ന, അല്ലെങ്കിൽ അന്ന് ഈ കലണ്ടറിൽ ഇറക്കുന്ന ഒരു പ്രിൻറ്റിംഗ് ഉണ്ടായിരുന്നു. അവരിത് കണ്ടിട്ടാണ്, അച്യുതൻ്റെ ഐഡിയ ആയിരുന്നു ടു കോൺടാക്ട് ലയൺ മുത്തു, ഇരുമ്പകൈ മലയാളത്തിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നമുക്കിത് നമ്മുടേതായ ഒരു മലയാളം കോമിക് കൊണ്ടുവന്നിട്ട് എന്നുള്ള അച്യുതൻ ബുക്ക് ഹൗസിൻ്റെ ഐഡിയ ആയിരുന്നു.
പക്ഷേ അച്യുതൻ ബുക്ക് ഹൗസ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് പുസ്തകവും പബ്ലിഷിങ് അതെല്ലാം നിന്നുപോയി. അങ്ങനെ ഹിസ് കോൺട്രിബ്യൂഷൻ ഓൾസോ ടു ബ്രിങ് ടു മലയാളം ഇങ്ങനെ ഇവർ രണ്ടൊരു അച്യുതൻ ഇല്ലായിരുന്നെങ്കിൽ കണ്ണാടി വിശ്വനാഥനില്ല, കണ്ണാടി വിശ്വനാഥനില്ല അച്യുതനില്ല, അങ്ങനെയായിരുന്നു. അത് ശേഷം ഞാൻ ബുക്കുകളൊന്നും എഴുതിയിട്ടില്ല, ഞാൻ ആ ഫീൽഡിലേ ഇല്ല. 100% ഞാൻ പിൻവാങ്ങി. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളെ പറ്റില്ല. ഫൈനാൻസിൽ മുഴുവൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ ഉറ്റ സുഹൃത്താണ്, ബന്ധുവാണ്, എന്നെ എല്ലാം സഹായിച്ച ആളാണ്. അങ്ങനെ ഒരാൾ പോയതോടുകൂടി ഞാൻ ആ ഫീൽഡിൽ നിന്ന് വിട്ടു. പിന്നെ എനിക്കൊരു ഉത്സാഹമേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ എന്തൊക്കെയാണ് ചെയ്തത്? അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു പിന്നെ? വേറെ കാര്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കുന്നത്തോറും വീട്ടിലായിരുന്നു, ടൈലർ ഷോപ്പായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു 1-2 വർഷം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വേണ്ടെന്ന് വെച്ച് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ പിന്നെ പാലക്കാടില്ല. തയ്യൽക്കട നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് എഴുതാൻ സമയം കിട്ടിയത്? ഇത് ഞാൻ അധികം രാത്രിയാണ്. ഞാൻ 8 മണി കടയടച്ച് വരും. ഇവിടെ വന്ന ശേഷം ഇവിടെ നിന്നാണത് എഴുതുക. ഭയങ്കര ക്ഷീണമാവില്ലേ അപ്പോഴേക്കും? അപ്പം ആരോഗ്യമുള്ള സമയമല്ലേ, ക്ഷീണമൊന്നും അറിയില്ല. പിന്നെ ഒരു ഉത്സാഹമില്ല. ഇതൊക്കെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയ വലിയ കാര്യമല്ലേ. അപ്പോൾ അതിൽ നല്ല ഉത്സാഹമായിരുന്നു. പിന്നെ ഒപ്പം നിൽക്കും അച്യുതൻ നായർ. എൻ്റെ ഒപ്പം എന്തിനും ഉണ്ടാവും. അച്യുതൻ നായർ എന്നല്ല അവരുടെ കുടുംബം മുഴുവൻ എന്തും ചെയ്യുകയാണെങ്കിൽ എന്നോട് ചോദിക്കാൻ ചെയ്യില്ല. അവരൊരു ഫാമിലി ഒരു അംഗമാണ് ഞാൻ. കുട്ടിക്കാലത്ത് അച്ഛൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു? കഥ പറഞ്ഞു തരുമായിരുന്നെങ്കിൽ ഓർമ്മയുള്ള എന്തെങ്കിലും കഥകളുണ്ടോ? അങ്ങനെ അല്ല, അച്ഛൻ അങ്ങനെ കഥ പറഞ്ഞ് തന്നിരിക്കാനുള്ള സമയമൊന്നും വന്ന അച്ഛനില്ല. ഇവിടെ രാവിലെ പോയാൽ അച്ഛനില്ല. അച്ഛൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ പകുതി മുക്കാലും ഉറങ്ങി കഴിയുമ്പോഴായിരിക്കും അച്ഛൻ്റെ വരവ്. 8 മണി 8 കട അടച്ചിട്ട് ഇവിടെ 9 മണിയാവും സൈക്കിളിൽ വരാം. 9 മണിക്ക് വന്ന് പിന്നെ ഈ പുസ്തകം എഴുത്തായിരിക്കും. അപ്പം ഞങ്ങളുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയമൊന്നും ഇല്ല. അച്ഛന് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ഉറങ്ങുമ്പോഴായിരിക്കും അച്ഛനെ കാണുന്നത് തന്നെ. സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. ആകെ ഒരു സൺഡേ ആണ് ലീവ് എടുക്കുള്ളൂ. അന്നായിരിക്കും കൂടുതലായിട്ട് ഈ പുസ്തകത്തിനെ കുറിച്ച് മെമ്മറിയിൽ കൊണ്ടുവരാം. അപ്പം എന്താവും, അപ്പം അതല്ല മുഴുവനായിട്ട് അവരെന്താ വെച്ചാൽ അച്ഛനത് ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഈ പുസ്തകം ഇറക്കാനുള്ള ഇതെന്താ മക്കളെ കുറിച്ചല്ല ചിന്തിച്ചത്. കാരണം മക്കൾ കഥ പറഞ്ഞു കൊടുക്കുന്ന ചിന്താഗതി അല്ല ഒന്നെന്ന് ഇതാണ് ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഒരു പറഞ്ഞു മൊത്തം കേരളം മൊത്തം ഇന്ത്യ മൊത്തം വേണമെങ്കിൽ വായിച്ച പല ആൾക്കാരും പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ഒരു പുസ്തകം ഇറക്കാൻ പറ്റിയാൽ അവർ അവിടെ പ്രിന്റ് ചെയ്ത് പെട്ടെന്ന് ഇതാക്കാനുള്ള ഒരു ഇതായിരുന്നു, തത്രപ്പാടായിരുന്നു അവരുടെ. അല്ലാതെ മക്കൾ കഥ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇതിലല്ലായിരുന്നു. ആദ്യം എഴുതിയ മൂസയുടെ കഥ ഏതാണ്? എഴുതിയെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം എരുമ്പുകൈമായല്ലേ? അല്ല, CID മൂസയുടെ ആദ്യത്തെ കഥ ഓർമ്മയുണ്ടോ? അല്ല, CID മൂസ ആദ്യത്തെ കഥയായിട്ട് ഒന്നിലല്ലേ ഉള്ളൂ CID മൂസ. അല്ല, മൂസ ഒരു കഥ, CID മൂസ ഒരു ബുക്കല്ലേ ഉള്ളൂ, ഒരു ബുക്കേ ഉള്ളൂ. അത്ഭുത ദ്വീപിൽ പോകുന്നതും ദ്വീപിലുള്ള പാമ്പുകളും അല്ലേ? എന്നാൽ CID മൂസയ്ക്ക് വേണ്ടി കണ്ണാടി വിശ്വനാഥൻ ഒരു കഥ മാത്രമല്ല എഴുതിയത്, അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിരുന്നു. എന്നാൽ പ്രായത്തിൻ്റെ ഓർമ്മക്കുറവ് മൂലം അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല. അദ്ദേഹം ഒരു തലമുറയെ തന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് അദ്ദേഹം ഒന്ന് മറന്നുപോയിരിക്കുന്നു. CID മൂസയുടെ റെലവൻസ് എന്ന് നമ്മളുടെ കോമിക് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പലരും ചോദിക്കും കോട്ടയം പുഷ്പനാഥൻ്റെ പുസ്തകത്തിൻ്റെ റെലവൻസ് എന്നാണെന്ന്. ഹീ ക്രിയേറ്റഡ് എ ന്യൂ റെൽം ഇൻ റൈറ്റിംഗ്, റെൽം ഇൻ റീഡിങ്. ഇത്രയും വായന നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിൽക്കുന്ന അമ്മമാർക്ക് പോലും വായിക്കാനും ഉള്ള താല്പര്യം കൊണ്ടുവന്നാലും വായന എത്രത്തോളം പോപ്പുലർ ആക്കിയതിൽ ഒരു വലിയ പങ്ക് കോട്ടയം പുഷ്പനാഥൻ അങ്ങനെ അതിനുശേഷം വന്ന ബാറ്റൻ ബോസും പ്രണാബിനിലുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കോമിക് ഹിസ്റ്ററിയിൽ നമ്മുടെ തനതായ ഒരു കോമിക് കൊണ്ടുവന്നതിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഇപ്പോഴും CID മൂസയ്ക്കുണ്ട്. ഇപ്പോൾ ചോദ്യം വരെ ഇന്നത്തെ CID മൂസ വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഇഷ്ടപ്പെടുകയില്ല, ഇല്ല, നൊസ്റ്റാൾജിയ തന്നെയാണ്. ഇപ്പോൾ ഒരു 40-45 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾ, അങ്ങനെ ഞാൻ പറയുള്ളൂ, 45 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. അത് ഇപ്പോഴത്തെ ഈ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റത്തില്ല, ശരിയാവുമോ ഇല്ലെന്നറിയില്ല. ഇപ്പോൾ അന്നത്തെ വളരെ സീരിയസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ വായിക്കാൻ വളരെ കോമഡി ആയിട്ട് തോന്നാം. പക്ഷെ എന്നാലും വി ഷുഡ് അപ്രീഷിയേറ്റ് ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം എഴുതിയത്, അത് ഇറ്റ് ഷുഡ് ബി പ്രിസർവ്ഡ്, നമ്മുടെ ഒരു ലെഗസിയുടെ ഭാഗമാണ്. ഹിസ്റ്റോറിക്കലി നമ്മളുടെ ആ ഒരു ചരിത്രം നോക്കുമ്പോൾ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്.
പക്ഷേ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ സ്റ്റാർ, അതായത് പ്രേം നസീറിനെയും ഒരു CID ആക്കിയിട്ട് അതിനെക്കാട്ട് ഏകദേശം ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു കോമിക് ഇറക്കിയിട്ടുണ്ട്. അന്ന് ഈ നസീർ മധു ഫാൻസിൻ്റെ ഫൈറ്റിൻ്റെ ഇതിൽ മധു ഫാൻസ് എന്തുകൊണ്ട് മധു കോമിക് ഇറങ്ങുന്നതുകൊണ്ട് CID മധു എന്നൊരു കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ ഫേസ്ബുക്കിൽ പൂമ്പാറ്റ ഗ്രൂപ്പിൽ ചുമ്മാ ബ്രൗസ് ഉണ്ടെന്നിട്ടാണ് ഒരു കോമിക് ഇൻസ്പെക്ടർ പ്രകാശ്.